എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമാണ് ഇപ്പോൾ വിശുദ്ധ കുർബാന തർക്കം നീണ്ടു പോകുന്നത്. ഈ കുർബാന തർക്കം പരിഹരിക്കുന്നതിന് സിറോ മലബാർ സിനഡ് പിതാക്കന്മാർ മുമ്പാകെ സഭയോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസികൾ ചില നിർദ്ദേശങ്ങൾ രേഖാമൂലം നൽകിയിട്ടുണ്ട്. അതൊന്ന് കേൾക്കണം. കത്തീഡ്രൽ ബസിലിക്ക പള്ളിയിൽ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഏകീകൃത രീതിയിലുള്ള കുർബാന മാത്രം അനുവദിക്കണം. അതാണ് ആദ്യത്തെ ആവശ്യം. ഞായറാഴ്ചകളിലും മറ്റ് കടമുള്ള ദിനങ്ങളിലും ഷെഡ്യൂൾഡ് കുർബാന ഉൾപ്പെടെ 2 കുർബാനകളും തുല്യമായി എല്ലാ പള്ളികളിലും അനുവദിക്കണം. 2026 ഓശാന ഞായർ മുതൽ എറണാകുളം അങ്കമാലി രൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത രീതിയിലുള്ള കുർബാന മാത്രം നടപ്പാക്കണമെന്ന് വിശ്വാസികൾ വീണ്ടും സിനഡിനോട് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ഏകീകൃത കുർബാന മാത്രം അർപ്പിക്കപ്പെടുന്ന പള്ളികളിൽ ആ ക്രമം മാത്രം പാലിച്ചു തുടരണം. സിറോ മലബാർ സഭ സിനഡ് വിശുദ്ധ കുർബാന ഏകീകരണ വിഷയത്തിലെടുത്ത തീരുമാനം റദ്ദാക്കി എല്ലാ രൂപതകളെയും പഴയപടി വിശുദ്ധ കുർബാനകൾ തുടരാൻ അനുവദിക്കണം. വിശ്വാസികളുടെ മരണാന്തര ആവശ്യങ്ങൾക്കും മറ്റ് കൂദാശ ആവശ്യങ്ങൾക്കും വിശ്വാസികൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഏകീകൃത കുർബാന മാത്രം അനുവദിക്കണം. സഭ നിർദ്ദേശിച്ച വിശുദ്ധ കുർബാന ലഭിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന സത്യവിശ്വാസികളെ ഫ്ലെക്സ് വെച്ചു എന്നൊക്കെ പറഞ്ഞ് സഭാവിരുദ്ധരെ പ്രഖ്യാപിച്ച് സമൂഹ മധ്യത്തിൽ അവഹേളിക്കുന്ന ആ അതിരൂപതയുടെ അധ്യക്ഷൻ്റെ വകയായി PR ഇറക്കിയൊരു പ്രസ്താവന അത് രേഖാമൂലം പിൻവലിച്ച് മാപ്പ് പറയണം. എന്നിട്ട് സത്യം എന്താണോ ഒരു പുതിയ പ്രസ്താവന PR കൊണ്ട് പ്രസിദ്ധീകരിപ്പിക്കണം. വിശ്വാസ സമൂഹത്തിൻ്റെ ആകുലതകളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിന് സമ്പൂർണ്ണ മെത്രാൻ സിനഡോ അല്ലെങ്കിൽ പെർമനന്റ് സിനഡോ ഉടൻ തന്നെ ഒരു തുറന്ന ചർച്ചയ്ക്ക് അവസരമൊരുക്കണം. ഇനിയും കൂടുതൽ സങ്കീർണമായ സമരമുറകളിലേക്ക് വിശ്വാസികളെ വലിച്ചിഴക്കരുത് എന്നാണ് ഇപ്പോൾ അവർ പ്രാർത്ഥനയുടെ സിനഡിനോട് ആവശ്യപ്പെടുന്നത്. മാർപ്പാപ്പയുടെയും സിനഡിൻ്റെയും തീരുമാനങ്ങൾ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളായ എറണാകുളത്തെ സഭാമക്കളെ രൂപതയ്ക്കുള്ളിൽ നിലനിർത്തി ഭൂമിശാസ്ത്രപരമായി അടുത്തുള്ള മറ്റ് രൂപതകളിലേക്ക് ഭരണപരമായ കാര്യങ്ങൾ അഫിലിയേറ്റ് ചെയ്ത് സഭയോടൊപ്പം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വൈദികന്മാരെയും ആവശ്യമുള്ള പള്ളികളെയും ഒക്കെ വിശ്വാസികൾക്ക് ശരിയായ രീതിയിൽ പരികർമ്മം ചെയ്ത് കിട്ടാനായിട്ട് ഒരുക്കി തരണം. അതാണ് സിനഡിനോട് ഇപ്പോൾ വിശ്വാസികൾക്ക് ഒറ്റ സ്വരത്തിൽ ആവശ്യപ്പെടാനുള്ളത്.